ഓപ്പറേഷൻ നുങ്കൂറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ വിവരം വരികയാണ്. വടക്കൻ കേരളത്തിൽ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്ന് 11 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. കസ്റ്റംസ് എന്ന വിവരമാണ് രാഹുൽ കെ വി പങ്കുവയ്ക്കുന്നത്. രാഹുൽ, ഈ വാഹനങ്ങൾ എവിടെ നിന്ന്, ആരുടെ വാഹനങ്ങളാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്? പ്രതീക്ഷ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ്. അങ്ങനെ ഊർജിതമായ പരിശോധനയാണ് കസ്റ്റംസ് വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ 7 ഇടങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ നിന്നാണ് 11 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തതായി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തന്നെ അറിയിച്ചിട്ടുള്ളത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ്. അതായത് ഇതിൽ ഷോറൂമുകൾ ഉൾപ്പെടുന്നുണ്ട്, ചില വ്യവസായികളുടേതടക്കം വീടുകളും ഉൾപ്പെടുന്നുണ്ട് എന്നാണ് കസ്റ്റംസിൻ്റെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് വിവിധ പരിശോധനകൾ നടന്നു വരുന്നത്. അതായത് 2 ജില്ലകളിലായി 6 ഇടങ്ങളിലേക്കാണ് സെർച്ച് വാറന്റ് സംശയാസ്പദമായി ഈ വാഹനങ്ങൾ ഉണ്ട് എന്ന വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സെർച്ച് വാറന്റ് കസ്റ്റംസ് പുറപ്പെടുവിച്ചിരുന്നത്. 6 വാറന്റുമായി പരിശോധനയ്ക്കായി വരുന്നു. അപ്പോൾ 7ാമതൊരു സ്ഥലത്ത് നിന്ന് ഇവർ കണ്ട് ഒരു വാഹനം കൂടി കസ്റ്റഡിയിലെടുത്തു. അങ്ങനെയാണ് 11 വാഹനങ്ങൾ, 10 വാഹനങ്ങൾ ഈ 6 കേന്ദ്രങ്ങളിൽ നിന്നായും ഒരു വാഹനം പിന്നീട് ഇവർ പരിശോധനയ്ക്കായി പോയ സമയത്ത് കണ്ട് അങ്ങനെ ഒരു വാഹനം കൂടി കസ്റ്റഡിയിലെടുത്തു എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. 11 വാഹനങ്ങളും ഭൂട്ടാനിൽ നിന്ന് അടക്കം എത്തിച്ചതാണ്. റീ രജിസ്ട്രേഷനൊക്കെ നടത്തി വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതും ആളുകൾ വാങ്ങിയ വാഹനങ്ങളുമാണ്. ഏതായാലും ഈ വാഹനങ്ങളെല്ലാം തന്നെ ഉടനെ കസ്റ്റംസിൻ്റെ കരിപ്പൂർ എയർപോർട്ടിലുള്ള കേന്ദ്രത്തിലേക്ക്, ഓഫീസിലേക്ക് മാറ്റുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ഒപ്പം ഈ സംസ്ഥാനത്തുടനീളം നടന്ന റെയ്ഡുകളെ സംബന്ധിച്ചുള്ള ഒരു ക്രോഡീകരിച്ചുള്ള വിവരം വൈകിട്ട് കൊച്ചിയിൽ വെച്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വിവരിക്കും എന്നുകൂടിയാണ് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഈ റെയ്ഡിന് നേതൃത്വം നൽകുന്നത്. വൈകിട്ട് ഒരു വാർത്താ സമ്മേളനം തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഈ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തതെന്ന് പറയുമ്പോൾ ഇപ്പോൾ രാഹുൽ നിൽക്കുന്ന തൊണ്ടയാടാണ്. അവിടുത്തെ ഷോറൂമിന്റെ ഉടമയുമായി നേരത്തെ സംസാരിച്ചാണ്. ഒരു വാഹനത്തിന്റെ കാര്യത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സംശയം പ്രകടിപ്പിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ആ ഷോറൂമിൽ നിന്നും വാഹനം കസ്റ്റഡി എടുത്തിട്ടുണ്ടോ? പ്രതീക്ഷ, അതെ, നമ്മൾ തത്സമയം കസ്റ്റംസിന്റെ റെയ്ഡ് കാണിച്ചത് തൊണ്ടയാടുള്ള റോഡ്വേ എന്നുള്ള ഈ വാഹനങ്ങളുടെ വിൽപ്പന കേന്ദ്രം തന്നെയാണ്. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളാണ്, ആഡംബര വാഹനങ്ങളുടെ വിൽപ്പനയാണ്. നേരത്തെ തന്നെ ഉടമ പറഞ്ഞത് ഒരു വാഹനത്തിൽ സംശയമാണ്. ഇവിടെ റെയ്ഡിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവർ ഈ ഒരു വാഹനത്തിൽ തന്നെയാണ് സംശയം പറഞ്ഞിരുന്നത്. പക്ഷേ അത് ഈ നുങ്കൂറിൻ്റെ ഭാഗമായി വരുമോ എന്ന കാര്യത്തിൽ അവർ വ്യക്തത വരുത്തിയിട്ടില്ല. ചില രേഖകളിലടക്കം സ്മഗ്ലിംഗ് സംശയിക്കുന്നു എന്നുള്ള വിവരമാണ് ഉദ്യോഗസ്ഥർ പങ്കുവച്ചത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ വിശദാംശങ്ങൾ ഏതായാലും ലഭ്യമാക്കാൻ കഴിയില്ല. ആ വാഹനം കസ്റ്റഡിയിലെടുക്കുകയാണ്, പക്ഷേ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നില്ല. അതായത് കസ്റ്റഡിയിലെടുക്കുന്നു എന്നുള്ള വിവരം ഉടമയ്ക്ക് കൈമാറുന്നു എന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് നുങ്കൂറിന്റെ ഭാഗമാണോ എന്ന് വിശദീകരിക്കാൻ കഴിയില്ല എന്നുകൂടിയാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. നടപടി വരുന്നത് ഇപ്പോൾ ഈ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നായി 11 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുന്നു. ആ വാഹനങ്ങൾ കസ്റ്റംസ് ഓഫീസിലേക്ക് മാറ്റും എന്നതും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നുണ്ട്. അവയിൽ കൂടുതലും ഷോറൂമുകളിൽ വിൽപ്പനയ്ക്കായി പ്രദർശിപ്പിക്കുന്ന ഇടത്ത് നിന്നല്ലേ കസ്റ്റഡിയിലെടുക്കുന്നത്. അപ്പോൾ ഇത്തരം വാഹനങ്ങൾ നമ്മുടെ ഷോറൂമുകളിൽ വിൽപ്പനയ്ക്കായി ഇപ്പോഴും ഉണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? രതീഷ്, അതെ, തീർച്ചയായും. അതായത് കൂടുതൽ വലിയ അളവിൽ തന്നെ വാഹനങ്ങളിൽ രാജ്യത്തുടനീളം വിധത്തിൽ ഭൂട്ടാനിൽ നിന്ന് എത്തിച്ച് റീ രജിസ്ട്രേഷൻ നടത്തി വിൽപ്പന നടത്തുന്നുണ്ട് എന്ന കൃത്യമായ വിവരം തന്നെയാണ് കസ്റ്റംസിനുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ പരിശോധനകളിലേക്ക് പോയതും. അപ്പോൾ നമ്മൾ ഇവിടെ പരിശോധനയ്ക്കൊക്കെ നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരോട് ചോദിച്ച സമയത്ത് 6 ഇടങ്ങളിൽ കൃത്യമായും ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന വാഹനങ്ങൾ ഉണ്ട് എന്ന കൃത്യമായ വിവരം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 6 സെർച്ച് വാറന്റ് പുറപ്പെടുവിച്ച് 2 ജില്ലകളിലായി, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി പരിശോധനയ്ക്ക് വന്നത് എന്ന ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ 6 കേന്ദ്രങ്ങളിൽ കൃത്യമായും ഭൂട്ടാനിൽ നിന്നുള്ള ഓപ്പറേഷൻ നുങ്കൂറിൻ്റെ ഭാഗമായി വരുന്ന വാഹനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയ്ക്കായി വന്നത്. ആ സമയത്താണ് 7ാമത് ഒരു സ്പോട്ടിൽ നിന്നുകൂടി മറ്റൊരു വാഹനം. അങ്ങനെ ആകെ 11 വാഹനങ്ങളാണ് ഈ 2 ജില്ലകളിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. വാഹനങ്ങൾ എല്ലാം തന്നെ അല്പസമയത്തിനകം കരിപ്പൂരിലേക്ക് കൊണ്ടുപോകും എന്നുകൂടിയാണ്. ഏതായാലും ഇത് സംബന്ധിച്ച എല്ലാ സമഗ്രമായ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് വൈകിട്ട് മാധ്യമങ്ങളുമായി പങ്കുവെക്കാമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ശരി, രാഹുൽ കെ വിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഓപ്പറേഷൻ തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും വളരെ പ്രധാനപ്പെട്ട വിവരമാണ് 11 വാഹനങ്ങൾ പിടിച്ചെടുത്തു എന്നത്. ആ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.